റമദാൻ മാസത്തിൽ പാകിസ്ഥാൻ ജനങ്ങൾക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഗ്യാസ് പോലും അവർക്കില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ഗ്യാസ് ഏജൻസികളുമായിട്ടൊക്കെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ പല ലോക രാജ്യങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്ത് തന്നെയായിരുന്നാലും പാകിസ്ഥാനിൽ ഈ റമദാൻ മാസത്തിൽ പള്ളികളും മദ്രസകളും പൊട്ടിത്തെറിക്കുന്നത് തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ വെച്ചാണ് നടന്നിരുന്നത്. വലിയ ആശങ്കയായിരുന്നു പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി നടത്തുമ്പോൾ ഉണ്ടായിരുന്നത്. ആ ആശങ്കകളെല്ലാം ശരിവെക്കുന്ന തരത്തിൽ തന്നെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ മദ്രസകളും പള്ളികളും എല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ഫ്ലൈറ്റ് ആകാശത്തുകൂടെ പറന്നു പോകുമ്പോൾ പോലും ക്രിക്കറ്റ് കളിക്കാർ ബാറ്റേഴ്സ് മുകളിലേക്ക് നോക്കി കുനിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പല ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പടർന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം BBC അടക്കമുള്ളവർ ഈ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് ഒരു ആഴ്ച മുമ്പേ 12 പേർ നോർത്ത് വെസ്റ്റ് പാകിസ്ഥാനിൽ ഇതുപോലെ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച ഒരു വാർത്ത ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് സൂയിസൈഡ് ബോംബറുകൾ പ്രോ താലിബാൻ സെമിനാറി നോർത്ത് വെസ്റ്റിൽ ഒരു റമദാൻ മാസത്തിലെ ഒരു വൈകുന്നേരത്തിൽ വലിയൊരു ആക്രമണം നടത്തിയ ഒരു വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. 6 പേർ പാകിസ്ഥാനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ജിഹാദ് എന്ന് പറയുന്ന ഒരു മോസ്കിൽ ബോംബ് പൊട്ടി മരണപ്പെടുന്ന വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വാർത്തകളെല്ലാം പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് 23 മണിക്കൂറായില്ല, വേറൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. അത് പെഷവാറിൽ നിന്നാണ്. വടക്ക് കിഴക്കൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ബോംബ് പൊട്ടിത്തെറിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മുതിർന്ന പുരോഹിതൻ ഉൾപ്പെടെ 4 വിശ്വാസികൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി നിലവിൽ ആശുപത്രിയിലാണെന്ന് നമുക്ക് അറിയാനായി സാധിക്കുന്നുണ്ട്. സൗത്ത് വസീറിസ്ഥാനിലെ മൗലാന അബ്ദുൾ അസീസ് പള്ളിയിലാണ് ഒരു ഇംപ്രോവൈഡ് സ്ഫോടക വസ്തു IED പൊട്ടിത്തെറിച്ച് ജാമിയത്ത് ഉലമ ഇസ്ലാം JUI ജില്ലാ മേധാവി മൗലാന അബ്ദുൾ നദീം ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റതായി ജില്ലാ പോലീസ് ഓഫീസർ ആസിഫ് ബഹാദർ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഇങ്ങനെ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. റമദാൻ മാസത്തിൽ പള്ളിയിലെ പ്രസംഗ പീഠത്തിലാണ് ഉപകരണം സ്ഥാപിച്ചിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രക്ഷാപ്രവർത്തകർ ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും പരിക്കേറ്റവരെ വാനിയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ സമയമെടുത്തു എന്നുള്ളതും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും അദ്ദേഹം പറയുന്നു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷിച്ച് വരികയാണ്. എങ്ങനെയാണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ച് വരികയാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ വലിയ വിശ്വാസികൾ ഒത്തുകൂടുന്ന പള്ളികൾ, പ്രവിശ്യകൾ മുൻകാലങ്ങളിലും വലിയ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിനിടയിലാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ BLA ജാഫർ എക്സ്പ്രസ് റാഞ്ചിയ ഒരു വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം പ്രവിശ്യയിലെ ദാറുൽ ഉലൂം ഹക്കാനിയ സെമിനാരിയിൽ ഒരു ചാവേർ സ്ഫോടനത്തിൽ JUIS നേതാവ് മൗലാന ഹമീദുൽ ഹഖ് ഹക്കാനി ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്ത് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.